നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രമുഖ ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനിയായ ശ്രീറാമിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ശ്രീറാം ഗ്രൂപ്പിന്റെ കീഴിലുള്ള ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡിൽ ഉള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും ഫ്രഷേഴ്സിനെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് ഒഴിവുകൾ, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഏതൊക്കെയാണ് ഒഴിവുകൾ, എന്തൊക്കെയാണ് വേണ്ട ക്വാളിഫിക്കേഷൻസ്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഹൈഫൈ ജോബ്സ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഷെയർ ചാറ്റ് പേജ് എന്നിവയുടെ ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിലെ അതായത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീറാം ഗ്രൂപ്പിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡ്. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കുള്ള ഫൈനാൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നൽകുന്ന ഒരു കമ്പനിയാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡ്. കേരളത്തിലും നിരവധി ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒഴിവുകൾ, എങ്ങനെയാണ് അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇതാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ഏറ്റവും മുകളിലത്തെ ടാബിലായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഏറ്റവും മുകളിലത്തെ ടാബിലായിട്ട് ഇവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം കറണ്ട് ഓപ്പണിംഗ്സ്, അതുപോലെ തന്നെ അപ്ലൈ നൗ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കറണ്ട് ഓപ്പണിംഗ്സിൽ ആദ്യം ഒരു സെക്ഷനായിട്ട് നൽകിയിരിക്കുന്ന മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാനേജ്മെന്റ് ട്രെയിനീസിനെ റിക്രൂട്ട് ചെയ്യാനുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു പോസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാം, തൊട്ടടുത്ത ബിസിനസ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ബ്രാഞ്ച് ഓപ്പറേഷൻസ്, ബാക്ക് ഓഫീസ്, അതേഴ്സ് എന്നിങ്ങനെയായിട്ട് 4 സെക്ഷൻസ് ആണ് നൽകിയത്. അപ്പോൾ 4 സെക്ഷനുള്ള ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാമിൻ്റെ അവിടെ പൊസിഷൻ നൽകിയിരിക്കുന്ന മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാം എന്ന് തന്നെയാണ്. അപ്പോൾ മാനേജ്മെന്റ് ട്രെയിനീസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ നൽകിയിരുന്നത്. ക്വാളിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്ലാസ് BE ഓർ BTech ഓർ MBA. അപ്പോൾ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MBA ഫസ്റ്റ് ക്ലാസ് ഓടി പാസ്സായ സുഹൃത്തുക്കൾക്ക് മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാം അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ നൽകിയിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, സോഴ്സിംഗ് ആൻഡ് സസ്റ്റൈനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ക്രോസ് സെല്ലിംഗ്, റിക്കവറി ഫംഗ്ഷൻ തുടങ്ങിയവയാണ് ഇതിൽ വരിക. ട്രെയിനിങ് പീരീഡ് നൽകേണ്ട 1 ഇയർ ഓൺ ജോബ് ട്രെയിനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസ്. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസിൽ നിങ്ങൾക്കൊരു 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദർ ക്വാളിഫയിങ് ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ്. ഏജ് ഷുഡ് നോട്ട് ബി അബവ് 25 ഇയേഴ്സ്. 25 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ നൽകേണ്ട ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രിലിമിനറി ഇന്റർവ്യൂ എന്നിങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അതിലുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വരിക. അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അവിടെ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും അടുത്ത ഒരു ഒഴിവ് നോക്കണം. ബിസിനസ് ഫംഗ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സീനിയർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ആളുകളെ ആവശ്യം. ക്വാളിഫിക്കേഷൻ നൽകിയിരുന്ന എനി ഗ്രാജുവേറ്റ്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സീനിയർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, സോഴ്സിംഗ് ആൻഡ് സസ്റ്റൈനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ക്രോസ് സെല്ലിംഗ്, റിക്കവറി ഫംഗ്ഷൻ തുടങ്ങിയവയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന. ട്രെയിനിങ് പീരീഡ് 6 months ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കും ഇൻ ദ ഫീൽഡ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നൽകിയിട്ടുണ്ട്. ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദർ ക്വാളിഫയിങ് ഡിഗ്രി വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 50%. 50% മാർക്കോട് കൂടി അവരുടെ ക്വാളിഫയിങ് ഡിഗ്രി അല്ലെങ്കിൽ PG 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടായിരിക്കണം. 27 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കാൻ പാടുകയില്ല. 27 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ നൽകിയിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറുകളിലൂടെ ആയിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അതിന്റെ താഴെയായിട്ടും അപ്ലൈ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ബ്രാഞ്ച് ഓപ്പറേഷൻസ് ബാക്ക് ഓഫീസ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ആളുകളെ ആവശ്യം. ക്വാളിഫിക്കേഷൻ എനി കൊമേഴ്സ് ഓർ സയൻസ് ഗ്രാജുവേറ്റ്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ എന്തായാലും സയൻസിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ PG ഉള്ള സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ലോൺ പ്രോസസിംഗ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ക്യാഷ് മാനേജ്മെന്റ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുക. തുടങ്ങിയ ജോബുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദർ ക്വാളിഫയിങ് ഡിഗ്രി വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 50%. അപ്പോൾ ഈ പറയുന്ന ഡിഗ്രികൾ 50% മാർക്കിലായിരിക്കും നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. അതായത് കൊമേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് വിഷയങ്ങളിലോ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ PG കഴിഞ്ഞ സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കും 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഏജ് 27 വയസ്സാണ് ഏജ് ലിമിറ്റ് നൽകിയിരിക്കുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. പിന്നെ അതേഴ്സ് പറഞ്ഞൊരു സെക്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ മറ്റ് ഓപ്ഷൻസ് ഒന്നും മറ്റ് ഒഴിവുകളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ മാനേജ്മെന്റ് ട്രെയിനി, അതുപോലെ തന്നെ ബിസിനസ് ഫംഗ്ഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, സീനിയർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ബ്രാഞ്ച് ഓപ്പറേഷൻസിൽ പോയി കഴിഞ്ഞാൽ ജൂനിയർ എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റുകളേക്കാണ്. അതിൽ മാനേജ്മെന്റ്
ട്രെയിനി പ്രോഗ്രാമിലേക്ക് BE BTech MBA കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും ബിസിനസ് ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്ന 50% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ PGയോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾ അപേക്ഷിക്കാം. അടുത്ത ബ്രാഞ്ച് ഓപ്പറേഷൻസ് ബാക്ക് ഓഫീസ് പോസ്റ്റിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് കൊമേഴ്സിലോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളിലോ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ കഴിഞ്ഞ സുഹൃത്തുക്കൾ അപേക്ഷിക്കാം. 50% മാർക്കോടുകൂടി പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ നൽകിയത്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് ഇവിടെ അപ്ലൈ ആവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങളുടെ പേര് നൽകുക, നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ സിറ്റി, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ഐഡി. അപ്പോൾ കേരളത്തിലും നിരവധി ബ്രാഞ്ചുകളുണ്ട് ഈ പറയുന്ന ശ്രീറാം ഗ്രൂപ്പിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കേരള തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. കേരളത്തിലെ നിങ്ങളുടെ കറണ്ട് സിറ്റി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻസ് ഇവിടെ നൽകുക. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ നൽകുക. അതിനുശേഷം ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നൽകുക, ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് അല്ലെങ്കിൽ നിൽ എന്ന് നൽകുക. അതിനുശേഷം നിങ്ങളുടെ റെസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിലും ഡിഗ്രി അതുപോലെ തന്നെ BTech MBA കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം PG കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മേഖലകളിൽ BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ കൊമേഴ്സിലോ അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളിലോ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും ഈ ഒരു കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേജിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാം. എന്തായാലും 45 വർഷത്തോളമായിട്ടാണ് ഈ പറയുന്ന ശ്രീറാം ഗ്രൂപ്പ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീറാം ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സഹോദര സ്ഥാപനമാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡ്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഫൈനാൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോസ്റ്റുകളിലേക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അപ്ലൈ ആവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ അവിടെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വല്ല പോസ്റ്റുകളും വരികയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് ഓപ്പണിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജ്മെൻറ്റ് ട്രെയിനി അതുപോലെ തന്നെ ബിസിനസ് ഫംഗ്ഷൻസ് ബ്രാഞ്ച് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ പോസ്റ്റുകളിൽ പോയി നോക്കുക. അതിൽ ബിസിനസ് ഫംഗ്ഷനിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ പാസ്സായാൽ മതി. ബ്രാഞ്ച് ഓപ്പറേഷണൽ സയൻസ് വിഷയത്തിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ പാസ്സായ സുഹൃത്തുക്കൾക്ക് മാനേജ്മെൻറ്റ് ട്രെയിനി പ്രോഗ്രാമിലേക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MBA കഴിഞ്ഞ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.